രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. മനസ്സിൽ ചില നെഗറ്റീവ് ചിന്തകൾ വന്നിട്ട് വല്ലാതെ ഭയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഭാവിയെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ചിന്തകൾ. ഭാവിയിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, എന്തെങ്കിലും വലിയ അസുഖങ്ങൾ വല്ലതും വരുമോ, കുട്ടികൾക്കോ കുടുംബത്തിനോ വല്ലതും പറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ലക്ഷ്യം നേടുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് ഫലപ്രാപ്തിയിലെത്തുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും പുറമേയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അതിനെന്തെങ്കിലും മുടക്കം വന്നു പോയാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വെറുതെ ആകില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. മനസ്സിൽ വല്ലാത്ത ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഊർജ്ജസ്വലത ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരുപാട് പേർ ഇത്തരം ചിന്തകൾ വന്നിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നറിയാം. അറിയുവാനുള്ളത്, ഇത് നിങ്ങൾ കുറച്ചു പേരുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ചിലരിൽ കുറച്ച് അധികമായി കാണാം, ചിലരിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഈ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കുറവല്ല. കാരണം ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി നൽകിയിട്ടുള്ള ഒരു സ്വാഭാവിക ഗുണമാണ് അതിജീവന പ്രവണത എന്ന് പറയും, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളിലെപ്പോഴും ഒരു ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് ഒരു ഗുണമാണ്. ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിരിയിച്ച് തീറ്റയിട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു കോഴിക്കുഞ്ഞ് പോലും അതിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ അതിജീവന പ്രവണതയാണ് അതിനെ അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഉണ്ട്, മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ മനുഷ്യൻ താൻ മനുഷ്യനാണെന്ന ബോധ്യമുള്ളത് കൊണ്ടും ഒരു യോഗ്യനാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടും മറ്റ് ജീവജാലങ്ങളെ പോലെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പുറത്ത് കാണിക്കില്ല. അത് ഉള്ളിൽ അടക്കി വയ്ക്കും. എന്നിട്ട് ഉള്ളിലാണ് അത് പ്രകടിപ്പിക്കുന്നത്. ആ ഒരു പ്രകടനമാണ് ഈ നെഗറ്റീവ് ചിന്തകളായി വരുന്നതിൽ നല്ലൊരു ശതമാനവും. എന്തെങ്കിലും അപകടം പറ്റുമോ, മോശമായി സംഭവിക്കുമോ, ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരാജയപ്പെടുമോ, അങ്ങനെ പരാജയപ്പെട്ടാൽ മറ്റാളുകൾ പരിഹസിക്കില്ലേ എന്നിങ്ങനെയുള്ള ഭയം നിറഞ്ഞ ചിന്തകൾ മനസ്സിൽ വരുന്നത് അതുകൊണ്ടാണ്. ഒരു പരിധി വരെ നല്ലതാണ്. ഏതൊരു കാര്യത്തിന് മുൻപിൻ നോക്കാതെ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ അത് സഹായിക്കും. അതിനാൽ ഈ നെഗറ്റീവ് ചിന്തകളെ അത്രത്തോളം അങ്ങ് വെറുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും കുറച്ച് നെഗറ്റീവ് ചിന്തകൾ വന്നെന്ന് കരുതി ജീവിതം അത്രത്തോളം അങ്ങ് നെഗറ്റീവായി പോകാനും പോകുന്നില്ല. പക്ഷെ പ്രശ്നമാക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ വീണ്ടും വീണ്ടും വരാൻ അനുവദിക്കുകയും അവയെ മനസ്സിൽ നിലനിർത്തുകയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ സ്വാധീനിക്കാനും തുടങ്ങുന്ന സമയത്താണ്. അപകടമുണ്ടാകുമെന്ന് കരുതി യാത്രകൾ ഒഴിവാക്കി ഒതുങ്ങിക്കൂടുക, പരാജയപ്പെട്ടു പോകുമെന്ന് കരുതി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ മടിച്ചിരിക്കുക, വേവലാതിപ്പെട്ട് മാത്രം മറ്റുള്ളവരോട് സംസാരിച്ച് അവർക്ക് കൂടി ടെൻഷൻ കൊടുക്കുക, കുട്ടികളെ സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനോ തീരുമാനമോ എടുക്കാനോ അനുവദിക്കാതിരിക്കുക തുടങ്ങി ജീവിതത്തിൽ മുന്നേറാൻ ഒരുപാട് തടസ്സമുണ്ടാകുന്ന തരത്തിൽ നെഗറ്റീവ് ചിന്തകൾ എത്തുന്നതിൽ നമ്മുടെ മനസ്സിന് വലിയൊരു പങ്കുണ്ട്. ഇവിടെയാണ് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ള പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമായ ജോൺ കീഹോയുടെ ഒരു വാചകം ഓർക്കേണ്ടത്, മൈൻഡ് ഈസ് എ ഗ്രേറ്റ് ട്രിക്സ്റ്റർ എന്നുള്ളത്. അതായത് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ക് കാണിക്കുന്ന ആളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മെ കബളിപ്പിക്കുന്ന ഒരു കാര്യമായി പ്രവർത്തിച്ചേക്കാം എന്നാണ്. കാരണം നമ്മുടെ മനസ്സിന് നമ്മളെ നന്നായിട്ടറിയാം. ജനിക്കുമ്പോൾ മുതലേ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അതിന് നന്നായിട്ട് മനസ്സിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, നമ്മളെ ഭയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അതിന് നന്നായിട്ട് അറിയാം. അതിനോടൊപ്പം തന്നെ ചെറുപ്പകാലത്ത് കിട്ടിയ കുറച്ച് ട്രോമാസ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതെല്ലാം കൂടി വെച്ചിട്ട് മനസ്സ് നമ്മളെ വല്ലാതെ കളിപ്പിക്കാൻ തുടങ്ങും. നമ്മളെ വേവലാതിപ്പെടുത്തും, നമ്മളെ ഭയപ്പെടുത്തും, നമ്മൾക്ക് പണ്ട് പറ്റിപ്പോയിട്ടുള്ള അബദ്ധങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും, പഴയ പരാജയങ്ങളെ ഓർമ്മിപ്പിച്ച് പേടിപ്പിക്കും. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത അപകടങ്ങൾ, രോഗങ്ങൾ, മോശം സംഭവങ്ങൾ എന്നിവ നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കുമോ എന്ന തരത്തിലുള്ള ചിന്തകൾ നമുക്ക് തുടർച്ചയായി നൽകിക്കൊണ്ട് നമ്മുടെ സ്വസ്ഥത കെടുത്തും. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ട് വലിയൊരു സീനുകൾ തന്നെ സൃഷ്ടിച്ചു കളയും. ഉദാഹരണത്തിന്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അയാൾ തുടർച്ചയായിട്ട് നമ്മൾ വിളിച്ചിട്ട് ആ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ടൊരു മെസ്സേജ് ഇട്ട് നോക്കിയിട്ട് അതിന് ആൻസറും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ മനസ്സ് ഓരോരോ ചിന്തകൾ തന്നു തുടങ്ങും. എന്തായിരിക്കും ഒരു ഫോൺ എടുക്കാത്തത്? എന്നോടെന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടോ? അതോ ഇനി വേറെന്തെങ്കിലും പറ്റിയോ? ഇനി എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷനായിരിക്കുമ്പോഴായിരിക്കും നോക്കുമ്പോൾ അയാൾ തിരിച്ചു വിളിക്കുന്നു. അയാൾ ഫോൺ മാറ്റി വെച്ചിട്ട് വേറെ എന്തോ തിരക്കിലായിരുന്നു, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത്രയും നേരം മനസ്സ് തന്ന ആ നെഗറ്റീവ് ചിന്തകളൊക്കെയോ, അതിൻ്റെ പേരിൽ അടിച്ച ടെൻഷനും ഒക്കെ വേസ്റ്റ് ആയില്ലേ? ഇതെല്ലാം തന്ന മനസ്സ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലിരിക്കും.
എന്നിട്ട് ഇതുപോലെ മറ്റേതെങ്കിലും കേസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ആവർത്തിക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ, ഒന്ന് ഉയരാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തന്നെ, ഒരു സിമ്പിൾ ഉദാഹരണത്തിന്, ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരിക്കും മനസ്സിൽ ഓരോരോ ചിന്തകൾ തുടങ്ങുന്നത്. റോഡിലൊക്കെ ഇപ്പോൾ ഒരുപാട് വണ്ടികളാണ്, അതുപോലെ തന്നെ ഒരുപാട് അപകട വാർത്തകളും കേൾക്കുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴെങ്ങാനും മറ്റു വാഹനങ്ങളിൽ ഇടിച്ചാലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ, പിന്നെ പോലീസായി, കേസായി, എന്തെല്ലാം ടെൻഷനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിങ്ങനെ തരാൻ തുടങ്ങും. എന്തിനാവശ്യമില്ലാതെ പുലിവാല് പിടിക്കണം, ഇതിലും ഭേദം വണ്ടി ഓടിക്കാതിരിക്കുക തന്നെ. മനസ്സിൽ നിൽക്കുന്ന ഈ ഒരു ഭയം നിറഞ്ഞ ചിന്തകൾ മൂലം ഒരു വാഹനം വാങ്ങാനോ ഓടിക്കാനോ മടിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? പക്ഷേ ഈ ഭയങ്ങളെയൊക്കെ മറികടന്ന് ആ ഡ്രൈവിംഗ് പഠിച്ചവർക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. വണ്ടി ഓടിച്ചു തുടങ്ങിയാൽ ഭയവും മാറും, ടെൻഷനും മാറും, ആത്മവിശ്വാസവും വരും. അവർ ഭയന്നതുപോലുള്ള ഒരു സംഭവവും പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കുകയില്ല. പകരം ആ ഭയത്തെ അതിജീവിച്ച് അവർ നേടിയ കഴിവ് അവരുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഇതുപോലെ ലോകത്ത് എത്രയോ കലാകാരന്മാര്, കായിക താരങ്ങള്, ബിസിനസ്സിൽ താല്പര്യമുള്ളവര്, നല്ല ജോലി നേടാൻ കഴിവുള്ളവര് ഒക്കെ മനസ്സിന്റെ ഈ ട്രിക്കിൽ വീണിട്ട് ഒന്ന് ശ്രമിച്ചു പോലും നോക്കാതെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം സ്വത്വത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ്. പലരും കരുതുന്നത് ഞാനെന്ന് പറഞ്ഞാൽ അത് മനസ്സാണെന്നാണ്. അതുകൊണ്ടാണ് മനസ്സിലൂടെ വരുന്നതെല്ലാം ദൈവം പറയുന്നതാണെന്ന് വിശ്വസിച്ച് പലരും ടെൻഷനാകുന്നത്. എന്നാൽ തിരിച്ചറിയേണ്ട സത്യം വേറെയാണ്. മനസ്സ് എന്നത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും അത് നേടാനുമായി ഈ പ്രപഞ്ചശക്തി നമുക്ക് കനിഞ്ഞു തന്ന മഹത്തായ ഒരു ഉപകരണമാണ്. അതൊരു ടൂൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരു ചുറ്റികയോ ഒരു കത്തിയോ ഒരു മൺവെട്ടിയോ ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ടൂളുകളാണ്. അതുപോലെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ജീവിത മുന്നേറ്റത്തിന് ഉതകും വിധത്തിൽ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു നല്ലൊരു ടൂളാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു ഉപകരണത്തെയും നമ്മൾ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതാണ് മനസ്സ് എന്ന് പറഞ്ഞ ടൂളിന്റെ പ്രത്യേകത. അതാണ് നേരത്തെ കണ്ടത്. നമ്മൾ ലൈഫ് എങ്ങനെ പോകണമെന്ന് പിന്നെ മനസ്സ് നിശ്ചയിക്കും. നമ്മൾ സന്തോഷിക്കണോ, നമ്മൾ ദുഃഖിക്കണോ, നമ്മൾ ഉത്കണ്ഠപ്പെടണോ എന്നൊക്കെ അത് തീരുമാനിക്കാൻ തുടങ്ങും. അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്? ഒന്നാമതായിട്ട് മനസ്സിനെ നമ്മുടെ ഒരു ഉപകരണം, ഒരു ടൂളായി കാണാൻ നമുക്ക് കഴിയണം. ഒരിക്കലും അത് നമ്മുടെ ബോസ് അല്ല. അത് ഇതിനിടയിൽ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും കബളിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും അത് പറയുന്നത് മാത്രം ഫോളോ ചെയ്യുന്ന രീതി നിർത്തണം. നമ്മളെന്ത് ചിന്തിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ശീലമുണ്ടാക്കണം. മനസ്സിലേക്ക് ടെൻഷൻ നിറഞ്ഞ ചിന്തകൾ വരുമ്പോൾ ജോൺ കീഹോയുടെ ആ വാക്കുകൾ ഓർക്കുക. മൈൻഡ് ഈസ് എ ഗ്രേറ്റ് ട്രിക്സ്റ്റർ. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ക് കാണിക്കുന്ന ഒരു ഉപകരണമാണ്. അത് പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത് ചെയ്യാനുള്ളത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിലെ ആത്മശക്തി ഉണർത്തുന്നു, നമ്മുടെ വൈബ്രേഷൻ കൂട്ടുന്നു. നമ്മുടെ വൈബ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകളുടെ മേൽ നമുക്ക് തീർച്ചയായും നിയന്ത്രണം ഉണ്ടാകും. മനസ്സിനെ ചിന്തകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു മീഡിയമായി മാത്രം നമുക്ക് കാണാൻ കഴിയും. ചിലർക്ക് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മുഷിഞ്ഞ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ഡെയിലി ഒരു അല്പം സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നേടാൻ പ്രാപ്തിയുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും. ഒരു വലിയൊരു പവർഫുള്ളായ ഒരു ടൂളാക്കി മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. മനുഷ്യന്റെ കഴിവുകളും ശക്തികളും ഒക്കെ പുറത്തെടുത്ത് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി നിർത്തേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് ചിന്തകൾ വരുന്നു എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവ അനിയന്ത്രിതമായ മനസ്സിലൂടെ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മുടെ ഒരു യജമാനായി കാണാതെ നമ്മുടെ ഒരു ഉപകരണമായി കാണാനുള്ള ഒരു കഴിവും ഒരു അവബോധവും നമ്മൾ നേടണം. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം വളരെയധികം ലളിതവും ശക്തവുമായി തീരും. തീർച്ചയായും ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.